ഹലോ. ഫഹദ് ഫാസിൽ നായകനായ തമിഴ് സിനിമ മാരീഷൻ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സുധീഷ് ശങ്കറാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, ദിലീപ് നായകനായ വില്ലാളി വീരൻ എന്ന മലയാള സിനിമ. അപ്പോൾ ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റോഡ് മൂവി ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു അവതരണ രീതി കൊണ്ടാണ് എനിക്ക് ഈ സിനിമ കൂടുതൽ ഇഷ്ടമായത്. അതിൻ്റെ ആ ദൃശ്യാവിഷ്കാരങ്ങളും അതിന് ചേർന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ പറയാലോ, അഭിനയത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന രണ്ട് പിന്നെ വ്യക്തികളുടെ സാന്നിധ്യം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഫഹദ് ഫാസിലായാലും വടിവേലു ആയാലും അവരുടെ ക്യാരക്ടേഴ്സ് വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇതൊരു റോഡ് ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഇതൊരു രാത്രി അപരിചിതരായ രണ്ടുപേരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നതാണ്. അങ്ങനെ അവരുടേതായ ലക്ഷ്യങ്ങളിൽ പരസ്പരം ഒന്നിച്ച് യാത്ര തുടങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു യാത്രയിൽ ഒരു രാത്രിയാണ് ഈ യാത്ര തുടങ്ങുന്നത്. ആ ഒരു യാത്രയിൽ നമ്മളും ഇവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഭംഗിയും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കാഴ്ചകൾ കണ്ടും ഇവർ തമ്മിലുള്ള സംസാര രീതികളും പിന്നെ ഇവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളും അങ്ങനെ ആ ഒരു പ്രത്യേക ആ ഒരു തമിഴ്നാടിൻ്റെ ആ ഭംഗിയും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം. നമ്മൾ കാഴ്ചകളും കണ്ട് രണ്ട് വ്യക്തികളുടെ കൂടെ അവരുടെ സംസാരങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അവരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. ഇതിൽ എന്ന് വെച്ചാൽ വടിവേലുവിൻ്റെ ക്യാരക്ടർ വേലായുധം പിള്ളയാണ്. പുള്ളിക്ക് അൽഷിമേഴ്സാണ്. പുള്ളി അങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. പുള്ളി അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പുള്ളി വളരെ ഗംഭീരമായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു മറവി രോഗം വന്ന ഒരാളുടെ ചേഷ്ടകളും അയാളുടെ ബോഡി ലാംഗ്വേജും എല്ലാം നോട്ടങ്ങളും ഭാവങ്ങളും ഒക്കെ പുള്ളി വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്ക് ഇതിൽ വേറൊരു ട്വിസ്റ്റും ഇതൊക്കെ വരുന്നുണ്ട്. അതും പുള്ളി വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളി ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ ഇതിലൊരു കള്ളനായിട്ടാണ് ഈ വേലായുധം പിള്ളയുടെ പൈസ തട്ടിയെടുക്കാനായിട്ടാണ് പുള്ളി ഈ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടിയിരിക്കുന്നത്. അപ്പോൾ ഫഹദ് ഫാസിൽ ഇതിനു മുമ്പ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയിൽ നമ്മൾ പുള്ളി കള്ളൻ്റെ വേഷം ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഫഹദും ഇതിൽ തൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഒരുമിച്ചുള്ള യാത്രയിൽ അവർ തമ്മിൽ ഒരു ഇഷ്ടം അനുകമ്പൊക്കെ ഉണ്ടായി വരണം. ഒരു രോഗിയോടുള്ള ഒരു അനുകമ്പ ദയാലിനും ഉണ്ട്. ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു അനുകമ്പ വേലായുധം പിള്ളയ്ക്ക് ദയാലിനോടുണ്ട്. അങ്ങനെ സിനിമ രസകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനൊരു ബാക്ക് സ്റ്റോറി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ബാക്ക് സ്റ്റോറിയും അതൊന്നും അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയുടെ ആ ഒരു യാത്രയും ഇവരുടെ ആ തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ രസകരമായിട്ട് തോന്നിയത്. പിന്നെ സിനിമ എൻഡ് ചെയ്യുന്നത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മളുടെ ആകർഷണം ഇവർ രണ്ടുപേരുടെ സാന്നിധ്യവും അവരുടെ അഭിനയവും സിനിമയുടെ ഈ കാഴ്ചകളും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ സിനിമയുടെ മെയിൻ ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ ദയാലൻ്റെ അമ്മയായിട്ട് നമ്മളുടെ ഒരു പഴയകാല നടി രേണുക വരുന്നുണ്ട്. രേണുകേനെ എനിക്ക് വാത്സല്യത്തിലൊക്കെ മമ്മൂട്ടി നായകനായ വാത്സല്യത്തിലൊക്കെ രേണുകയുണ്ട്. അതുപോലെ തന്നെ നിറത്തിൽ അഭിനയിച്ച കോവൈ സരള എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് ഇതിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേലായുധം പിള്ളയുടെ ബാക്ക് സ്റ്റോറിയിൽ വേലായുധം പിള്ളയുടെ പേരായിട്ട് വരുന്നത് സിത്താരയാണ്. സിത്താര മഴവിൽക്കാവടി എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാമിൻ്റെ പേരായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ നമുക്ക് പഴയ ആക്ട്രസ്സുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. എന്തായാലും എനിക്ക് പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവാൻ ശങ്കർ രാജയാണ്. അത് നല്ല രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. സിനിമോഗ്രാഫി ചെയ്തിരിക്കുന്നത് കലൈസെൽവൻ ശിവജി എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി അത് വളരെ രസമായിട്ട് തന്നെ ആ ഷോട്ടുകളൊക്കെ രാത്രി സീനുകളായാലും ആ ഒരു ഗ്രാമങ്ങളുടെ ഭംഗിയായാലും എല്ലാം വളരെ രസമായിട്ട് തന്നെ പുള്ളി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.